എല്ലാവർക്കും നമസ്കാരം. ടാക്സ് ആൻഡ് നോളജ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അജിൽ കുമാർ, മുൻ GST അസിസ്റ്റൻറ്റ് കമ്മീഷണർ. 2024-25 വർഷത്തേക്കായിട്ടുള്ള ഒരു ഇൻ്ററിം യൂണിയൻ ബഡ്ജറ്റ് കഴിഞ്ഞ ഫെബ്രുവരി 1 രാജ്യത്തിൻ്റെ ധനമന്ത്രി പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയുണ്ടായി. പാർലമെൻറ്റ് ഇലക്ഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടതായി വന്നത്. ഇത് ഒരു വോട്ട് ഓൺ അക്കൗണ്ട് ബഡ്ജറ്റായിരുന്നതിനാൽ ഇലക്ഷൻ കഴിഞ്ഞ് അധികാരത്തിൽ വരുന്ന സർക്കാരിന് ഒരു സമ്പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ബഡ്ജറ്റാണ് 23/7/2024 പാർലമെൻറ്റിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അവതരിപ്പിച്ചത്. ഈ ബഡ്ജറ്റിൽ അവതരിപ്പിച്ച ഫൈനാൻസ് ബിൽ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ടിലെ 37 സെക്ഷനുകളിൽ മാറ്റങ്ങൾ പ്രപ്പോസ് ചെയ്തു. ഇതിൽ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ നമുക്ക് ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാം. സെക്ഷൻ 9 സബ് സെക്ഷൻ 1 GSTയുടെ ലെവി ബാധകമല്ലാത്ത സപ്ലൈ ആയി അനുശാസിച്ചിരുന്ന ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസപ്ഷൻ എന്നതിനോടൊപ്പം അൺഡീനേച്ചേർഡ് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ അഥവാ റെക്ടിഫൈഡ് സ്പിരിറ്റ് യൂസ്ഡ് ഫോർ മാനുഫാക്ചർ ഓഫ് ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ എന്നതുകൂടി കൂട്ടിച്ചേർത്തു. ഇതോടെ GST ലെവിയബിൾ അല്ലാത്ത സപ്ലൈയിൽ ഹ്യൂമൻ കൺസംഷന് ഉപയോഗിക്കുന്ന ആൽക്കഹോളിനോടൊപ്പം ഇതിൻ്റെ ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്ന അൺഡീനേച്ചേർഡ് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ അഥവാ റെക്ടിഫൈഡ് സ്പിരിറ്റ് കൂടി ഉൾപ്പെടുത്തി. ഇവ രണ്ടും GSTക്ക് പുറത്തായിരിക്കുമ്പോൾ നിലവിൽ GST ലെവിയബിൾ അല്ലാത്ത പെട്രോളിയം ക്രൂഡ്, ഹൈ സ്പീഡ് ഡീസൽ, മോട്ടോർ സ്പിരിറ്റ് അഥവാ പെട്രോൾ, നാച്ചുറൽ ഗ്യാസ്, ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ എന്നിവയെ സർക്കാരിന് ഏത് സമയത്ത് വേണമെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ വഴി GSTയിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. രണ്ടാമതായി ഈ ഫിനാൻസ് ബിൽ വഴി അമെൻമെൻറ്റ് ചെയ്യപ്പെട്ടത് സെക്ഷൻ 16 സെക്ഷൻ 16 സബ്സെക്ഷൻ 5, 6 എന്നിവ കൂട്ടിച്ചേർത്തുകൊണ്ട് രണ്ട് പ്രധാന വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒന്ന്, GSTയിലെ ആദ്യത്തെ 4 വർഷങ്ങളിലെ സെക്ഷൻ 16(4) പ്രകാരം ITC അവയിൽ ചെയ്യുന്നതിനുള്ള സമയപരിധി 30/11/2021 വരെ നീട്ടി നൽകിയെന്നതാണ്. രണ്ടാമത്തേത്, സെക്ഷൻ 29 പ്രകാരം ക്യാൻസൽ ചെയ്യപ്പെടുന്ന രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യപ്പെട്ട ശേഷം റിവോക്ക് ചെയ്യപ്പെടുമ്പോൾ അങ്ങനെയുള്ളവർക്ക് ITC അവയിൽ ചെയ്യുന്നതിനുള്ള സമയപരിധി നിശ്ചയിക്കപ്പെട്ടു എന്നതാണ്. സെക്ഷൻ 16 സബ്സെക്ഷൻ 4 ശേഷം 1/7/2017 മുതൽ മുൻകാല പ്രാബല്യത്തോടെ സബ്സെക്ഷൻ 5 കൂട്ടിച്ചേർത്തുകൊണ്ട് 2017-18, 18-19, 19-20, 20-21 എന്നീ സാമ്പത്തിക വർഷങ്ങളിലെ സപ്ലൈയുമായി ബന്ധപ്പെട്ട ഒരു ഇൻവോയ്സിലോ ഡെബിറ്റ് നോട്ടിലോ ഉൾപ്പെട്ടിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സെക്ഷൻ 39 പ്രകാരം 2021 നവംബർ 30 ഫയൽ ചെയ്യപ്പെട്ട ഏതെങ്കിലും ഒരു റിട്ടേണിൽ അവയിൽ ചെയ്യുവാനുള്ള അവസരം എല്ലാ ടാക്സ് പേയേഴ്സിനും ഉണ്ടായിരിക്കുമെന്ന് വ്യവസ്ഥ ചെയ്തു. ഇതനുസരിച്ച് GSTയിൽ 2017-18 മുതൽ 2020-21 വരെയുള്ള എല്ലാ വർഷങ്ങളിലെയും സെക്ഷൻ 16(4) പ്രകാരം ITC അവയിൽ ചെയ്യുന്നതിനുള്ള സമയപരിധി 30/11/2021 ആയിത്തീർന്നു. ഇതേ സെക്ഷൻ 16 സബ്സെക്ഷൻ 5 ഇൻസേർട്ട് ചെയ്യപ്പെട്ട സബ്സെക്ഷൻ 6 അനുസരിച്ച് സെക്ഷൻ 29 പ്രകാരം ഏതെങ്കിലും കാരണവശാൽ ക്യാൻസൽ ചെയ്യപ്പെട്ട ഒരു രജിസ്ട്രേഷൻ സെക്ഷൻ 30 പ്രകാരമോ ഒരു അപ്പലേറ്റ് അതോറിറ്റിയുടെയോ ട്രൈബ്യൂണലിൻ്റെയോ ഒരു കോടതിയുടെയോ
ഉത്തരവ് പ്രകാരം റിവോക്ക് ചെയ്യപ്പെടുകയോ ചെയ്താൽ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്ത സമയം സെക്ഷൻ 16(4) പ്രകാരം റെസ്ട്രിക്റ്റ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു ഇൻവോയ്സുമായോ ഡെബിറ്റ് നോട്ടുമായോ ബന്ധപ്പെട്ടുള്ള ITC റിവോക്കേഷൻ കഴിഞ്ഞ് സെക്ഷൻ 39 വഴി അവയിൽ ചെയ്യുന്നതിനുള്ള സമയപരിധി ഇനി പറയുന്നവയിൽ രണ്ടാമത് വരുന്ന തീയതിയായിരിക്കുമെന്ന് ഈ സബ് റൂളിൽ വ്യവസ്ഥ ചെയ്തു. 1. സെക്ഷൻ 16(4) പ്രകാരമുള്ള സമയപരിധി, അതായത് തൊട്ടടുത്ത സാമ്പത്തിക വർഷത്തെ നവംബർ മാസം 30-ാം തീയതി, പ്രസ്തുത വർഷത്തെ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന തീയതി എന്നിവയിൽ ഏതാണോ ആദ്യം വരുന്നത് ആ തീയതി. രണ്ടാമത്തേത്, രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തത് മുതൽ റിവോക്ക് ചെയ്തത് വരെയുള്ള സമയത്തിന് പരിഗണന നൽകുന്നതിലേക്കായി റിവോക്കേഷൻ നടന്ന തീയതി മുതൽ 30 ദിവസത്തിനകം GSTR 3B ഫയൽ ചെയ്ത് ഇൻവോയ്സിൻ്റെയോ ഡെബിറ്റ് നോട്ടിൻ്റെയോ ITC അവയിൽ ചെയ്യുന്നുവെങ്കിൽ ആ തീയതി. ഈ 2 തീയതികളിൽ രണ്ടാമത് വരുന്ന തീയതി ആയിരിക്കും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവയിൽ ചെയ്യുന്നതിനുള്ള സമയപരിധി. അതായത് ഈ ഫിനാൻസ് ബിൽ പ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട സെക്ഷൻ 16(6) പ്രകാരം ഒരാളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്ത ശേഷം ക്യാൻസലേഷൻ റിവോക്ക് ചെയ്ത് രജിസ്ട്രേഷൻ തിരിച്ചു ലഭിക്കുമ്പോൾ ക്യാൻസൽ ചെയ്ത സമയത്ത് അയാൾക്ക് ഇൻവോയ്സുകളിലോ ഡെബിറ്റ് നോട്ടുകളിലോ അനുവദനീയമായി ഉണ്ടായിരുന്ന ITC റിവോക്ക് ചെയ്യുന്ന തീയതി കഴിഞ്ഞ് 30 ദിവസത്തിനകം റിട്ടേൺ ഫയൽ ചെയ്താൽ അവയിൽ ചെയ്യാവുന്നതാണ്. സെക്ഷൻ 16(4) പ്രകാരമുള്ള സമയപരിധി വരെ, അതായത് തൊട്ടടുത്ത സാമ്പത്തിക വർഷം നവംബർ 30, ഈ സെക്ഷൻ്റെ സഹായം കൂടാതെ തന്നെ ITC അനുവദനീയമാണ്. അടുത്തതായി സെക്ഷൻ 39 വന്നിട്ടുള്ള മാറ്റം പരിശോധിക്കാം. ഈ സെക്ഷനിലെ സബ് സെക്ഷൻ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടു. ഇത് ടാക്സ് ഡിഡക്ഷൻ്റെ റിട്ടേൺ ഫയലിങ്ങുമായി ബന്ധപ്പെട്ട ഒരു സബ്സെക്ഷനാണ്. പഴയതിന് പകരം പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ട ഈ സബ് റൂൾ പ്രകാരം എല്ലാ ടാക്സ് ഡിഡക്റ്റേഴ്സും എല്ലാ കലണ്ടർ മാസങ്ങളിലും ടാക്സ് ഡിഡക്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് വ്യവസ്ഥ ചെയ്തു. നാളിതുവരെ ടാക്സ് ഡിഡക്ഷൻ ഉള്ള മാസങ്ങളിൽ മാത്രം ടാക്സ് ഡിഡക്റ്റേഴ്സ് GSTR 7 ഫയൽ ചെയ്താൽ മതിയായിരുന്നു. ഇത് TDS രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള എല്ലാ സർക്കാർ ഓഫീസുകളും സർക്കാർ ഏജൻസികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഡിഡക്ഷൻ ഇല്ലാത്ത മാസങ്ങളിൽ നിൽ റിട്ടേൺ ഫയൽ ചെയ്യാത്ത പക്ഷം ഇനി മുതൽ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് ഓരോ ദിവസവും ലേറ്റ് ഫീ അക്രൂ ചെയ്ത് വരുമെന്നത് പ്രത്യേകം ഓർക്കുക. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റീഫണ്ടുമായി ബന്ധപ്പെട്ട സെക്ഷൻ 54 വന്നിട്ടുള്ള മാറ്റമാണ്. സെക്ഷൻ 54 സബ് റൂൾ 3 രണ്ടാമത്തെ പ്രൊവിസോ ഒഴിവാക്കിക്കൊണ്ട് സബ് റൂൾ 14 ശേഷം സബ് റൂൾ 15 കൂട്ടിച്ചേർത്തു എന്നതാണ് ഈ സെക്ഷനിൽ വന്നിട്ടുള്ള മാറ്റം. സബ് റൂൾ 3 രണ്ടാമത്തെ പ്രൊവിസോ പ്രകാരം ഒരു സീറോ റേറ്റഡ് സപ്ലൈ എക്സ്പോർട്ട് ഡ്യൂട്ടിക്ക് വിധേയമാണെങ്കിൽ അൺയൂട്ടിലൈസ്ഡ് ITCക്ക് മേലുള്ള റീഫണ്ട് അനുവദനീയമല്ലെന്ന് വ്യവസ്ഥ ചെയ്തിരുന്നു. അതായത് വിത്തൗട്ട് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ആയി എക്സ്പോർട്ട് ചെയ്യുന്നവർക്ക് ഈ റീഫണ്ട് റെസ്ട്രിക്ഷൻ IGST പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന സീറോ റേറ്റഡ് സപ്ലൈക്കും ബാധകമാക്കുന്നതിനായിട്ടാണ് സെക്കൻഡ് പ്രൊവിസോ ഡിലീറ്റ് ചെയ്തുകൊണ്ട് നോട്ട് വിസ്റ്റാൻഡിംഗ് ക്ലോസ് ഉൾപ്പെടുത്തി ഇതിനെ സബ് റൂൾ 15 ഇൻസേർട്ട് ചെയ്തത്. ഇതുവഴി ഒരു സീറോ റേറ്റഡ് സപ്ലൈ എക്സ്പോർട്ട് ഡ്യൂട്ടിക്ക് വിധേയമാണെങ്കിൽ LUT വഴി വിത്തൗട്ട് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ആയി എക്സ്പോർട്ട് ചെയ്യുന്നവർക്കും IGST അടച്ച് എക്സ്പോർട്ട് ചെയ്യുന്നവർക്കും റീഫണ്ട് അനുവദനീയമല്ല. സെയിൽ ടു സെസ് നടത്തുന്ന ടാക്സ് പേയേഴ്സിനും ഇത് ബാധകമാണ്.
അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജി എസ് ടിയിലെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു മാറ്റമാണ്. സെക്ഷൻ 73, സെക്ഷൻ 74 എന്നിവയെ ഏകോപിപ്പിച്ചുകൊണ്ട് ടാക്സ് നോട്ട് പെയ്ഡ് ഓർ ഷോർട്ട് പെയ്ഡ്, ടാക്സ് ഇറോണിയസ്ലി റീഫണ്ടഡ്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് റോങ്ലി അവെയിൽഡ് ഓർ യൂട്ടിലൈസ്ഡ് എന്നീ കാരണങ്ങളുമായി ബന്ധപ്പെട്ട നികുതി നിർണ്ണയിക്കുന്നതിനായി സെക്ഷൻ 74A എന്ന പുതിയ സെക്ഷൻ ജി എസ് ടി ആക്റ്റിൽ ഉൾപ്പെടുത്തി എന്നതാണ് ഈ അമെൻമെൻറ്റ്. ഈ ഫിനാൻസ് ബില്ലിൽ പറഞ്ഞിട്ടുള്ള 37 മാറ്റങ്ങളിൽ ഏതാണ്ട് 24 എണ്ണത്തോളം മറ്റ് സെക്ഷനുകളിൽ സെക്ഷൻ 73, 74 എന്നിവയിൽ ഏതെങ്കിലും വഴി നടത്തുന്ന നികുതി നിർണ്ണയത്തെ സംബന്ധിച്ച് പറയുന്ന ഭാഗത്ത് പുതുതായി വന്ന സെക്ഷൻ 74A കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടുള്ളതാണ്. ഉദാഹരണമായി, കോമ്പോസിഷൻ ലെവിയുമായി ബന്ധപ്പെട്ട് സെക്ഷൻ 10 സബ്സെക്ഷൻ 5-ൽ കോമ്പോസിഷൻ സ്കീമിന് അർഹതയില്ലാത്ത ഒരാൾ പ്രസ്തുത സ്കീം ഓപ്റ്റ് ചെയ്തിട്ടുള്ളതായി പ്രോപ്പർ ഓഫീസർക്ക് ബോധ്യപ്പെട്ടാൽ പ്രസ്തുത ടാക്സ് പെയർ ഈ ആക്റ്റിലെ മറ്റേതെങ്കിലും പ്രൊവിഷൻ വഴി നികുതി അധികമായി അടയ്ക്കുവാനുണ്ടെങ്കിൽ ആയത് ഡിറ്റർമിൻ ചെയ്യുന്നത് സെക്ഷൻ 73, 74 വകുപ്പ് പ്രകാരമായിരിക്കുമെന്നും ആയതുമായി ബന്ധപ്പെട്ട പെനാൽറ്റി പ്രസ്തുത ടാക്സിനോടൊപ്പം അടയ്ക്കേണ്ടതുണ്ടെന്നും പ്രതിപാദിക്കുന്ന ഭാഗത്ത് സെക്ഷൻ 73, 74, 74A എന്ന് അമെൻഡ് ചെയ്തു. ഇത്തരത്തിൽ സെക്ഷൻ 21, സെക്ഷൻ 35(6), സെക്ഷൻ 49(8), സെക്ഷൻ 50(1), സെക്ഷൻ 51, സെക്ഷൻ 61(3), സെക്ഷൻ 62(2), സെക്ഷൻ 65(7), സെക്ഷൻ 66(6), സെക്ഷൻ 75, സെക്ഷൻ 104, സെക്ഷൻ 107, സെക്ഷൻ 127 തുടങ്ങിയ സെക്ഷനുകളിലും ഇതേ രീതിയിൽ സെക്ഷൻ 73, 74 എന്നീ പരാമർശങ്ങളുള്ള ഭാഗത്ത് സെക്ഷൻ 74A എന്ന് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഈ അമെൻമെൻറ്റിന് മുമ്പ് ടാക്സ് നോട്ട് പെയ്ഡ് ഓർ ഷോർട്ട് പെയ്ഡ്, ടാക്സ് ഇറോണിയസ്ലി റീഫണ്ടഡ്, റോങ്ലി അവെയിൽഡ് ഓർ യൂട്ടിലൈസ്ഡ് ITC എന്നിവയുമായി ബന്ധപ്പെട്ട കേസിൽ ഫ്രോഡ്, സപ്രഷൻ ഓഫ് ടാക്സ്, വിൽഫുൾ മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഇവയിൽ ഏതെങ്കിലും ഇല്ലെങ്കിൽ സെക്ഷൻ 73 പ്രകാരവും ഇവയിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ സെക്ഷൻ 74 പ്രകാരവുമായിരുന്നു ടാക്സ് ഡിറ്റർമിനേഷൻ നടത്തി അഡ്ജുഡിക്കേഷൻ പ്രോസസ്സിലേക്ക് പോകേണ്ടത്. എന്നാൽ 2024-25 മുതലുള്ള സാമ്പത്തിക വർഷങ്ങളിൽ നികുതി നിർണ്ണയത്തിനായി ഉപയോഗിക്കേണ്ടത് സെക്ഷൻ 74A ആണെങ്കിലും 2023-24 വരെയുള്ള വർഷങ്ങളിലെ കേസുകളുമായി ബന്ധപ്പെട്ട് ടാക്സ് ഡിറ്റർമിനേഷനും അഡ്ജുഡിക്കേഷനും നടക്കുമ്പോൾ സെക്ഷൻ 73, 74 ഉപയോഗിച്ചായിരിക്കണം ആയത് നടത്തേണ്ടത് എന്നുള്ളതുകൊണ്ട് സെക്ഷൻ 73, സെക്ഷൻ 74 എന്നിവ കുറച്ചു കാലം കൂടി നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. ആയതിനാൽ അവയ്ക്ക് അത്രയും കാലം കൂടി പ്രസക്തി ഉണ്ടായിരിക്കും. 23-24 വരെയുള്ള ടാക്സ് പീരീഡുകൾ ഈ സെക്ഷനുകൾ പ്രകാരം ടൈം ബാർ ആയി തീരുന്നതോടെ ഈ സെക്ഷനുകൾക്ക് പ്രസക്തിയില്ലാതായി തീരുന്നു. തുടർന്ന് ടാക്സ് ഡിറ്റർമിനേഷൻ പൂർണ്ണമായും സെക്ഷൻ 74A പ്രകാരമായി തീരുകയും ചെയ്യുന്നു. എന്നാൽ 2024-25 വർഷം മുതലുള്ള ഏതെങ്കിലും ഒരു ഷോ കോസ് നോട്ടീസ് ഇപ്പോൾ ഇഷ്യൂ ചെയ്യണമെങ്കിലും ആയത് സെക്ഷൻ 74A പ്രകാരം മാത്രമേ സാധിക്കുകയുള്ളൂ. ഇനി സെക്ഷൻ 74A നമുക്ക് വിശദമായി പരിശോധിക്കാം. ഈ അമെൻമെൻറ്റിന് മുമ്പ് ഫ്രോഡ്, സപ്രഷൻ ഓഫ് ടാക്സ്, വിൽഫുൾ മിസ്സ്റ്റേറ്റ്മെൻറ്റ് എന്നിവയില്ലാത്ത കേസുകളിൽ സെക്ഷൻ 73 പ്രകാരവും ഇവയുള്ള കേസുകളിൽ
സെക്ഷൻ 74 പ്രകാരവുമാണ് ടാക്സ് ഡിറ്റർമിനേഷൻ നടത്തിപ്പോന്നിരുന്നത്. 2024-25 സാമ്പത്തിക വർഷം മുതലുള്ള ടാക്സ് നോട്ട് പെയ്ഡ് ഓർ ഷോർട്ട് പെയ്ഡ്, ടാക്സ് ഇറോണിയസ്ലി റീഫണ്ടഡ്, റോങ്ലി അവെയിൽഡ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, റോങ്ലി യൂട്ടിലൈസ്ഡ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നിവയിൽ ഫ്രോഡ്, സപ്രഷൻ ഓഫ് ഫാക്ട്സ്, വിൽഫുൾ മിസ്സ്റ്റേറ്റ്മെൻറ്റ് എന്നിവ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഷോ കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്യേണ്ടത് സെക്ഷൻ 74A പ്രകാരമായിരിക്കും. 1000 രൂപയ്ക്ക് താഴെയുള്ള കേസുകളിൽ നോട്ടീസ് നൽകേണ്ടതില്ല. ഈ സെക്ഷൻ പ്രകാരം ഷോ കോസ് നോട്ടീസ് നൽകുന്നതിനുള്ള സമയപരിധി പ്രസ്തുത വർഷത്തെ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനുള്ള ഡ്യൂ ഡേറ്റ് മുതൽ 42 മാസമായിരിക്കും. ഇത് നേരത്തെ സെക്ഷൻ 73 പ്രകാരം 3 വർഷവും 74 പ്രകാരം 5 വർഷവുമായിരുന്നു. എറോണിയസ് റീഫണ്ട് കേസാണെങ്കിൽ ഇത്തരം റീഫണ്ട് അനുവദിച്ച തീയതി മുതൽ 42 മാസമായിരിക്കും സമയപരിധി. സെക്ഷൻ 74A പ്രകാരം ഫ്രോഡ് കേസുകൾക്കും നോൺ ഫ്രോഡ് കേസുകൾക്കും നോട്ടീസ് ഒന്ന് തന്നെയാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട പെനാൽറ്റി ഇനി പറയും പ്രകാരമാണ്. സബ്സെക്ഷൻ 5(1) പ്രകാരം ഫ്രോഡ് ഇല്ലാത്ത നോൺ ഫ്രോഡ് കേസുകൾക്ക് പെനാൽറ്റി ടാക്സിൻ്റെ 10%, 10,000 രൂപ ഇവയിൽ ഏതാണോ വലുത് അത്രയുമായിരിക്കും. സബ്സെക്ഷൻ 5(2) പ്രകാരം ഫ്രോഡ് കേസുകൾക്ക് ടാക്സിന് തുല്യമായ തുകയായിരിക്കും പെനാൽറ്റിയായി വരിക. നോട്ടീസ് ഇഷ്യൂ ചെയ്ത് 12 മാസം, അതായത് 1 വർഷത്തിനകം പ്രോപ്പർ ഓഫീസർ ഓർഡർ ഇഷ്യൂ ചെയ്തിരിക്കണം. പ്രോപ്പർ ഓഫീസർക്ക് ഈ സമയത്തിനകം ഓർഡർ ഇഷ്യൂ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ കമ്മീഷണർക്കോ കമ്മീഷണർ അധികാരപ്പെടുത്തിയ ജോയിൻറ്റ് കമ്മീഷണറുടെ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനോ ഡിലേയുടെ കാരണം ബോധ്യപ്പെട്ടാൽ 6 മാസം കൂടി സമയം നീട്ടി നൽകാവുന്നതാണ്. സെക്ഷൻ 74A സബ്സെക്ഷൻ 8 പ്രകാരം ഒരു ടാക്സബിൾ പേഴ്സന് മേൽ ചാർജ് ചെയ്യപ്പെടുന്ന ടാക്സ് അതർ ദാൻ ഫ്രോഡ് കാറ്റഗറിയിൽ പെടുന്നതാണെങ്കിൽ നോട്ടീസ് ലഭിക്കുന്നതിന് മുമ്പ് പ്രസ്തുത തുക ഇൻട്രസ്റ്റ് ഉൾപ്പെടെ അടച്ചു തീർത്ത ശേഷം വിവരം പ്രോപ്പർ ഓഫീസറെ കത്ത് വഴി അറിയിച്ചാൽ പ്രോപ്പർ ഓഫീസർ നോട്ടീസ് നൽകുന്നതല്ല. ഇത്തരം കേസിൽ സെക്ഷൻ 74A പ്രകാരം ഷോ കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞ് ടാക്സും സെക്ഷൻ 50 പ്രകാരമുള്ള ഇൻട്രസ്റ്റും അടച്ചു തീർത്തിരുന്നാലും പെനാൽറ്റി അടയ്ക്കേണ്ടതില്ല. സെക്ഷൻ 74ൻ്റെ സബ്സെക്ഷൻ 8 പ്രകാരം ചാർജ് ചെയ്യപ്പെടുന്ന ടാക്സ് ഫ്രോഡ് കാറ്റഗറിയിൽ പെടുന്നതാണെങ്കിൽ സബ്സെക്ഷൻ 1 പ്രകാരം നോട്ടീസ് ലഭിക്കുന്നതിന് മുമ്പാണെങ്കിൽ ടാക്സ് പേയർക്ക് നികുതി, സെക്ഷൻ 50 പ്രകാരമുള്ള ഇൻട്രസ്റ്റ്, നികുതിയുടെ 15% പെനാൽറ്റി എന്നിവ അടച്ചു തീർത്ത് രേഖാമൂലം പ്രോപ്പർ ഓഫീസറെ അറിയിച്ചാൽ തുടർന്ന് സെക്ഷൻ 74A(1) പ്രകാരമുള്ള ഷോ കോസ് നോട്ടീസ് നൽകുന്നതല്ല. സെക്ഷൻ 74A(1) പ്രകാരം ഷോ കോസ് നോട്ടീസ് നൽകിക്കഴിഞ്ഞാൽ ടാക്സ്, ഇൻട്രസ്റ്റ്, 25% പെനാൽറ്റി എന്നിവ 60 ദിവസത്തിനകം അടച്ചു തീർത്താൽ ഷോ കോസ് നോട്ടീസുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും അവസാനിപ്പിക്കുന്നതാണ്. ഷോ കോസ് നോട്ടീസുമായി ബന്ധപ്പെട്ട ഓർഡർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞ് 60 ദിവസത്തിനകം ടാക്സ്, ഇൻട്രസ്റ്റ്, 50% പെനാൽറ്റി എന്നിവ അടച്ചു തീർത്താൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും അവസാനിച്ചതായി കണക്കാക്കുന്നതാണ്. മേൽ സൂചിപ്പിച്ച ഏതെങ്കിലും കേസുകളിൽ ചാർജ് ചെയ്യപ്പെട്ട തുകയേക്കാൾ കുറവാണ് നോട്ടീസ് ലഭിക്കുന്നതിന് മുൻപ് ടാക്സ് പെയർ അടയ്ക്കുന്നതെങ്കിൽ സബ്സെക്ഷൻ 10 പ്രകാരം കുറവ് വന്നിട്ടുള്ള തുകയുടെ മേൽ സബ്സെക്ഷൻ 1 പ്രകാരമുള്ള നോട്ടീസ് നടപടിയുമായി മുന്നോട്ട് പോകുന്നതാണ്. സെക്ഷൻ 74A സബ്സെക്ഷൻ 11 പ്രകാരം ടാക്സ് പെയർ സെൽഫ് അസസ് ചെയ്തിട്ടുള്ളതോ കളക്ട് ചെയ്തിട്ടുള്ളതോ ആയ തുക ആയതിൻ്റെ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ്
30 ദിവസത്തിനകം അടയ്ക്കാത്ത പക്ഷം അടയ്ക്കാത്ത നികുതി തുകയുടെ 10%, 10,000 രൂപ എന്നിവയിൽ കൂടിയ തുക ഏതാണോ അത്രയും തുക പെനാൽറ്റിയായി അടയ്ക്കേണ്ടതാണ്. ഇവിടെ ഷോ കോസ് നോട്ടീസ് ലഭിക്കുന്നതിന് മുൻപ് നികുതിയും ഇൻട്രസ്റ്റും അടച്ചാൽ പെനാൽറ്റി ഒഴിവാക്കുന്ന വ്യവസ്ഥ ബാധകമല്ല. സബ്സെക്ഷൻ 12 പ്രകാരം 74A പ്രൊവിഷനുകൾ 24-25 സാമ്പത്തിക വർഷം മുതലുള്ള നികുതി നിർണയത്തിന് മാത്രമേ ബാധകമാകുകയുള്ളൂ. സെക്ഷൻ 73-ലും സെക്ഷൻ 74-ലും മാർജിനൽ ഹെഡിങ്ങിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇതനുസരിച്ച് ഹെഡിങ്ങിൽ ഡിറ്റർമിനേഷൻ ഓഫ് ടാക്സ് എന്നതിനോടൊപ്പം പെർട്ടേണിംഗ് ടു പീരീഡ് അപ് ടു ഫിനാൻഷ്യൽ ഇയർ 2023-24 എന്ന് കൂട്ടിച്ചേർത്തു. കൂടാതെ 2 സെക്ഷനുകളിലും സബ്സെക്ഷൻ 11 ശേഷം 12 കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ സെക്ഷനിലെ പ്രൊവിഷനുകൾ 23-24 വരെയുള്ള വർഷങ്ങളിലെ നികുതി നിർണയത്തിന് മാത്രമേ ആപ്ലിക്കബിൾ ആവുകയുള്ളൂ എന്ന് വ്യവസ്ഥ ചെയ്തു. ഇത്തരത്തിൽ സെക്ഷൻ 74A ഇൻസേർട്ട് ചെയ്യപ്പെട്ടതിലൂടെയും സെക്ഷൻ 73-74 എന്നിവ അമെൻഡ് ചെയ്യപ്പെട്ടതിലൂടെയും 2023-24 സാമ്പത്തിക വർഷം വരെയുള്ള ടാക്സ് ഡിറ്റർമിനേഷനുകളുമായി ബന്ധപ്പെട്ട അഡ്ജുഡിക്കേഷൻ നടത്തുന്നതിനുള്ള ഷോ കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നതിന് സെക്ഷൻ 73, 74 എന്നിവ ഉപയോഗിക്കാമെന്നും തുടർന്നുള്ള 2024-25 സാമ്പത്തിക വർഷം മുതൽ ഇത്തരം ആവശ്യങ്ങൾക്കായി സെക്ഷൻ 74A ഉപയോഗിക്കേണ്ടതാണെന്നും വ്യവസ്ഥ ചെയ്യപ്പെട്ടു. ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് സെക്ഷൻ 17(5) അമെൻഡ് ചെയ്യപ്പെട്ടത്. സെക്ഷൻ 17(5)ലെ ക്ലോസ് I പ്രകാരം ഒരു ടാക്സ് പെയർ സെക്ഷൻ 74 പ്രകാരം അടയ്ക്കുന്ന ടാക്സ് ബ്ലോക്ക്ഡ് ക്രെഡിറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ ഫിനാൻസ് ആക്ടിലെ അമെൻമെൻറ്റ് പ്രകാരം ഈ ക്ലോസ് സെക്ഷൻ 17(4)ലെ വ്യവസ്ഥകൾ പ്രകാരം 2023-24 സാമ്പത്തിക വർഷം വരെ അടച്ചിട്ടുള്ള ഏതെങ്കിലും ടാക്സ് എന്നാക്കി മാറ്റി. 2024-25 മുതൽ ഉള്ള സാമ്പത്തിക വർഷം സെക്ഷൻ 74 നിലവിലില്ലാതായതിനാലാണ് ഇത്തരത്തിലുള്ള ഒരു അമെൻമെൻറ്റ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ അവതരിപ്പിച്ച യൂണിയൻ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ഫിനാൻസ് ബില്ലിലെ GST ആക്റ്റുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളാണ് ഈ വീഡിയോയിൽ വിശദീകരിച്ചത്. ഇതിലെ മറ്റു മാറ്റങ്ങളുടെ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. ഇത്തരത്തിലുള്ള GST സംബന്ധിച്ച വിജ്ഞാനപ്രദമായ വീഡിയോകളുമായി വീണ്ടും നമുക്ക് കാണാം. ഗുഡ് ബൈ.